PSC നടത്തിയ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1-ലെ മാത്സിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമുണ്ടാക്കും? ഇവിടെ നമുക്ക് തന്നത് ഹെലന് 41ഉം മകൾക്ക് 9 വയസ്സും. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഹെലൻ്റെ വയസ്സ് മകളുടെ 3 ഇരട്ടി ആവുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എക്സ് വർഷം കഴിഞ്ഞിട്ടാണ് 3 ഇരട്ടി ആവുന്നതെങ്കിൽ ഹെലൻ എന്താവും? 41 പ്ലസ് എക്സ് വയസ്സാവും അല്ലേ? മകൾക്ക് എന്താവും? 9 പ്ലസ് എക്സ് വയസ്സാവും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് എന്താ? 41 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 9 പ്ലസ് എക്സിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ 41 പ്ലസ് എക്സിന് ഈക്വൽ ടു 3 ഇൻറ്റു 9 പ്ലസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇനി ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സ്, അതായത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമാവുക എന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 41 പ്ലസ് എക്സ് ഈക്വൽ ടു 27 പ്ലസ് 3x. ഇനി എക്സ് ഉള്ള ഭാഗമല്ല ഒരു സൈഡിലും, അല്ലാത്ത ഭാഗം മറ്റേ സൈഡിലാക്കി എടുക്കുകയാണെങ്കിൽ 41 മൈനസ് 27 ഈക്വൽ ടു 3x മൈനസ് എക്സ് ആവും. ശേഷം 41 27 കുറച്ചാൽ 14, 3x നിന്ന് എക്സ് പോയാൽ 2x ഈക്വൽ ടു 14, എക്സ് ഈക്വൽ ടു 7. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ഗണിത പരീക്ഷയിൽ വിജയശതമാനം 87.5% ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? ഇവിടെ നമുക്കറിയാം ശതമാനം എന്ന് പറയുന്നത് 100-ലല്ലേ, 100-ൽ 87.5 വിജയശതമാനം. അപ്പോൾ തോറ്റത് എത്ര ശതമാനമായിരിക്കും? 100-ൽ നിന്നും 87.5 കുറച്ചാൽ 12.5% വിദ്യാർത്ഥികളാണ് തോറ്റത്. ഇനി തോറ്റ കുട്ടികളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 7. എന്താ പറയുക, 12.5% ഈക്വൽ ടു 7 1% എന്ന് പറയുന്നത് 7/12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണം 100% അല്ലേ. അപ്പോൾ ആ 1ൻ്റെ കൂടി 100 കിട്ടിയാൽ 100 ഗുണിച്ചാൽ നമുക്ക് 100% കിട്ടും. അതേപോലെ സമത്തിൻ്റെ അപ്പുറത്ത് 7/12 കൂടി നമ്മൾ 100 ഗുണിച്ചാൽ നമുക്ക് മൊത്തം കുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പോൾ 700/12 ചെയ്താൽ നമുക്ക് 56 കിട്ടും. അതാണ് നമ്മുടെ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? അതായത് ഇവിടെ നമുക്ക് തന്നെന്ന് വെച്ചാൽ 5 പുരുഷന്മാർക്ക് ഒരു ജോലി 78 ദിവസം കൊണ്ട് തീർക്കാം. അതേപോലെ തന്നെ 12 സ്ത്രീകളുണ്ടെങ്കിലും 78 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം. അങ്ങനെയാണെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടി ചേർന്ന് പ്രവർത്തിച്ചാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും? അപ്പോൾ നമുക്കിപ്പോൾ പുരുഷന്മാരുടെ എഫിഷ്യൻസി നമ്മൾ മെയിൽ എന്നുള്ളതിൻ്റെ M ആയിട്ട് എടുത്ത്, പുരുഷന്മാരുടെ എഫിഷ്യൻസി M, സ്ത്രീകളുടെ എഫിഷ്യൻസി W. അതായത് പുരുഷന്മാർക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ദിവസം പുരുഷന്മാർക്ക് M നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ എഫിഷ്യൻസി പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് W നമ്പറും. അപ്പോൾ പുരുഷന്മാർ ഒരു ദിവസം M ഉണ്ടാക്കുമെങ്കിൽ 5 പുരുഷന്മാർ ഒരു ദിവസം 5 M ഉണ്ടാക്കും. അത് ഈക്വൽ ടു എന്താണ്? 12 സ്ത്രീകൾ ഒരു ദിവസം W പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. അതായത് 5M ഈക്വൽ ടു 12W. അതെന്താ നമുക്ക് എഴുതാൻ പറ്റുന്നത്? 2 പേരും 78 ദിവസമാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 5M ഈക്വൽ ടു 12W എന്ന് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ 5 പുരുഷന്മാർ 12 സ്ത്രീകൾക്ക് തുല്യമാണ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5M പ്ലസ് 12W എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്കറിയാം 12W ഈക്വൽ ടു എന്താ? 5 man അല്ലേ. അപ്പോൾ ആ 12Wനെ മാറ്റിയിട്ട് നമുക്ക് 5 man ആക്കിയാൽ 5M പ്ലസ് 5M 10 man ആയി. അതായത് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി? 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ആ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും എന്ന ക്വസ്റ്റ്യൻ 10 പുരുഷന്മാർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ആ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും എന്ന ക്വസ്റ്റ്യനായി മാറി. ഇനിയിപ്പോൾ 10 പുരുഷന്മാർക്ക് എത്ര ദിവസം? അതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ 5 പുരുഷന്മാർക്ക് 78 ദിവസമാണെങ്കിൽ അതിൻ്റെ ഡബിൾ പുരുഷന്മാർ വന്നാൽ അതിൻ്റെ പകുതി ദിവസം കൊണ്ട് നമ്മുടെ ജോലി കഴിയില്ലേ. അപ്പോൾ 78/2 39. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729 അതിൻ്റെ 11ാമത്തെ പദം എത്രയാണ്? ഇനി ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ nth ടേം എന്ന് പറയുന്നത് ആദ്യ പദം ഇൻറ്റു കോമൺ റേഷ്യോ റേസ് ടു n-1 ആയിരിക്കും. അപ്പോൾ GPയുടെ nth ടേം എന്ന് പറയുന്നത് AR റേസ് ടു n-1. ഇനി GPയുടെ 5ാം പദം നമുക്ക് തന്നിട്ടുണ്ട്.
അപ്പോൾ AR⁵ ഈക്വൽ ടു AR⁴ ഈക്വൽ ടു 27. പിന്നെ എട്ടാം പദം നമുക്ക് തന്നിട്ടുണ്ട്. AR⁸ ഈക്വൽ ടു AR⁷ ഈക്വൽ ടു 729. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് AR⁷ AR⁴ നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണ്. നമുക്ക് A ക്യാൻസലായി കിട്ടും. എന്നിട്ട് നമുക്ക് 6 കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ ഒരു മെത്തേഡിലേക്ക് പോവാം. അപ്പോൾ AR⁷ AR⁴ ഡിവൈഡ് ചെയ്താൽ എയും ക്യാൻസലായി. 7 R⁴ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? R³ ഉണ്ടാവും. അപ്പോൾ R³ ഈക്വൽ ടു 729 ഡിവൈഡ് ബൈ 27 വിച്ച് ഈസ് ഈക്വൽ ടു 27. ദെൻ R ഈക്വൽ ടു ക്യൂബ് റൂട്ടാണ്, സോറി ഇവിടെ സ്ക്വയർ റൂട്ടല്ല. R³ ഈക്വൽ ടു 27 അല്ലേ? അപ്പോൾ R ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27 വിച്ച് ഈസ് ഈക്വൽ ടു 3. ഇനി അപ്പോൾ നമുക്ക് 6 കിട്ടി. R ഈക്വൽ ടു 3 ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് A കാണണം. അതിന് നമ്മളിപ്പോൾ AR⁴ ഈക്വൽ ടു 27 എന്നുള്ള ഇക്വേഷൻ എടുത്ത്, അപ്പോൾ A ഇൻറ്റു R എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. A ഇൻറ്റു 3⁴ ഈക്വൽ ടു 27. 3⁴ എന്ന് പറയുന്നത് 81 അപ്പോൾ A ഈക്വൽ ടു 27/81 വിച്ച് ഈസ് ഈക്വൽ ടു 1/3. അപ്പോൾ നമുക്ക് A 1/3 കിട്ടി, R 3യും കിട്ടി. അപ്പോൾ നമുക്ക് കാണേണ്ട 11th ടേമാണ്. അപ്പോൾ അതിനെ AR⁻11 - 1 ചെയ്യുക. അപ്പോൾ AR⁻10 കിട്ടും. A 1/3 R 3. അപ്പോൾ 1/3 ഇൻറ്റു 3⁻10 ഈക്വൽ ടു 3⁻9. 3⁻9 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 19,683 കിട്ടും. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 0.004 എത്ര മടങ്ങ് വലുതാണ് 0.18? അപ്പോൾ എത്ര മടങ്ങാണെന്നാണ്. അതായത് 0.004 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0.18 കിട്ടും? അത്രയും മടങ്ങാണ് 0.004. അപ്പോൾ 0.004 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0.18. എക്സ് ഈക്വൽ ടു 0.18 ബൈ 0.004. ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ പോക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 150/4 കിട്ടും. അത് നമുക്ക് ചെയ്താൽ 45 കിട്ടും. അതാണ് ഉത്തരം. ഇനി ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൻ്റെ കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എന്താണ്? അതായത് നമ്മുടെ വാട്ടർ ബോട്ടിലിന് 15 രൂപയാണ്. ആ വാട്ടർ ബോട്ടിൽ എന്ത് വരും? വാട്ടറും ബോട്ടിലും വരും. ഇനി വെള്ളത്തിൻ്റെ വില, വാട്ടറിൻ്റെ വില എന്ന് പറയുന്നത് കുപ്പിയുടെ വില കൂട്ടണം 12 ആയിരിക്കും. ഇനി കുപ്പിയും വെള്ളവും കൂടി കൂട്ടിയാൽ നമുക്ക് 15 അപ്പോൾ വെള്ളം ഈക്വൽ ടു കുപ്പി പ്ലസ് 12 അല്ലേ? അപ്പോൾ ആ വെള്ളത്തിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ ആ കുപ്പി പ്ലസ് 12 ആഡ് ചെയ്താൽ കുപ്പി പ്ലസ് 12 ഈക്വൽ ടു 15. അപ്പോൾ 2 കുപ്പി പ്ലസ് 12 ഈക്വൽ ടു 15. 15 12 പോയാൽ നമുക്ക് 12 നമ്മൾ അപ്പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ 2 കുപ്പി ഈക്വൽ ടു 15 - 12. 15 - 12 3 രൂപയാണ്. അപ്പോൾ ഒരു കുപ്പിയുടെ വില എന്താ? 3ന്റെ പകുതി, 3/2, 1.5. അടുത്ത ക്വസ്റ്റ്യൻ. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? ഇവിടെ നമുക്ക് R ഈക്വൽ ടു 5 ആണ് കിട്ടി, N ഈക്വൽ ടു 3 വർഷമാണ് കിട്ടി, P ഈക്വൽ ടു 6 ലക്ഷം, പ്രിൻസിപ്പൽ ഈക്വൽ ടു 6 ലക്ഷം. അപ്പോൾ 1-ാം വർഷത്തെ പലിശ എങ്ങനെ കാണുക? 6 ലക്ഷത്തിനോട് 5%, 6 ലക്ഷത്തിന് 5% കണ്ടാൽ നമുക്ക് 30,000 കിട്ടും. അതാണ് 1-ാം വർഷത്തെ പലിശ. അപ്പോൾ മൊത്തം 1-ാം വർഷം അയാൾക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് 6 ലക്ഷം പ്ലസ് 30,000, 6,30,000. ഇനി 2-ാം വർഷത്തെ പലിശ എന്ന് പറയുന്നത് 2-ാം കൂട്ടുപലിശയായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ എന്തായി? 6,30,000 ആയി. അപ്പോൾ 6,30,000ൻ്റെ 5% 31,500 ആണ് 2-ാം വർഷത്തെ പലിശ. അപ്പോൾ നമ്മൾ പുതിയ സം എന്ന് പറയുന്നത് ആ 6,30,000 പ്ലസ് 31,500 നമുക്ക് 6,61,500 കിട്ടും. ഇനി 3-ാം വർഷത്തെ പലിശ എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ സമ്മ് 6,61,500. ഇനി അതിൻ്റെ 5% നമ്മൾക്ക് കണ്ടാൽ 33,075 കിട്ടും. അപ്പോൾ നമ്മുടെ 6,61,500 കൂടി 33,075 കൂട്ടിയാൽ നമുക്ക് പുതിയ സമ്മ് 3 വർഷത്തിന് ശേഷം അയാൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 6,94,575. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൻ്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം എത്രയാണ്? ഒരു വസ്തുവിൻ്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം, അതായത് ഇപ്പോൾ നമ്മുടെ വസ്തു 100 ഗ്രാം, അതിന് 100 രൂപയാണെന്ന് വിചാരിച്ചോ.
അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം എന്ന് പറയുന്നത് അതെന്തായി 50 ഗ്രാമായി. പക്ഷെ വില എന്തായി 100ൻ്റെ ഇരട്ടിയായി 200 രൂപ. അപ്പോൾ 50 ഗ്രാമിന് 200 രൂപയായി. അങ്ങനെ ഈ ഒരു വിലയിൽ പോവുകയാണെങ്കിൽ 50 ഗ്രാമിന് 200 ആണെങ്കിൽ അയാൾ 100 ഗ്രാം വെക്കുമ്പോൾ എന്താവും 400 രൂപയാവും. അതായത് മുന്നേ 100 ഗ്രാമിന് 100 രൂപയ്ക്ക് വിറ്റ സാധനം ഇപ്പോൾ 100 ഗ്രാമിന് 400 രൂപയായി. അപ്പോൾ അയാളുടെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 400 രൂപ മൈനസ് 100 രൂപ 300 രൂപ അല്ലേ? അപ്പോൾ 100 രൂപ വിലയുള്ള സാധനത്തിന് അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടി? 300 രൂപ ലാഭം കിട്ടി. അപ്പോൾ നമ്മുടെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമ്മുടെ ഉത്തരം. അതിനിപ്പോൾ ലാഭ ശതമാനം എക്സ് ആണെങ്കിൽ 100ൻ്റെ എക്സ് ശതമാനമാണ് 300. അപ്പോൾ 100 × x/100 = 300. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് = എന്താവും? 300% എന്ന് കിട്ടും. വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരി പ്രായം 64 ഒരു അംഗം ഗ്രൂപ്പ് വിടുമ്പോൾ ശരാശരി പ്രായം 62 കുറയുന്നു എങ്കിൽ പോയ വ്യക്തിയുടെ പ്രായം എത്രയാണ്? അതായത് 9 പേരുടെ ഏജിൻ്റെ ശരാശരി, അതായത് 9 പേരുടെ ഏജ് ടോട്ടൽ ഏജ് ബൈ 9 = 64. അങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? 9 പേരുടെ ടോട്ടൽ ഏജ് = 64 × 9 കിട്ടും. ഇനി ഗ്രൂപ്പ് വിട്ട ആളുടെ ഏജ് ഒരു എക്സ് ആണെങ്കിൽ അപ്പോൾ 8 പേരുടെ ഏജിൻ്റെ തുക എന്ന് പറയുന്നത് 64 × 9 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ശരാശരി എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 8 പേരുടെ ഏജിൻ്റെ ശരാശരി 62. അതായത് 64 × 9 മൈനസ് എക്സ് ബൈ 8 = 62. 64 × 9 576 മൈനസ് എക്സ് 8 അപ്പുറത്ത് പോയാൽ 62 × 8. ശേഷം എക്സിനെ നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് മാറ്റിയിട്ട് 576 മൈനസ് 62 × 8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? എക്സ് = 80 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5.2 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നതെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം. അതായത് നമുക്ക് 5.25 മീറ്ററിനെയും 5.10 മീറ്റർ വീതിയിലുള്ള ഒരു ചതുരത്തിനെ എങ്ങനെ ഈക്വലി സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതിന് പറ്റുന്ന ഏറ്റവും വലിയ സ്ക്വയറിൻ്റെ വലുപ്പം കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 5.25 ഫ്രാക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ 5.25 മീറ്റർ = 525 സെൻറ്റിമീറ്റർ, 5.10 മീറ്റർ = 510 സെൻറ്റിമീറ്റർ. ഇനി ഇതിനെ നമുക്ക് ഘടകങ്ങളാക്കുകയാണെങ്കിൽ 525 നമ്മൾ = 5 × 5 × 7 × 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി 510 ആണെങ്കിലോ 5 × 3 × 2 × 17 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ HCF കാണുകയാണെങ്കിൽ ഈ വശങ്ങളെ എന്താ പറയുക ഈക്വലായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 525 510 എന്ന് പറയുന്നത് രണ്ടിലും 5 × 3 മാത്രമാണ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ 15 ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താ നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ഫാക്ടർ എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്തത്. കാരണം നമ്മൾ പതിക്കാൻ പോകുന്ന സ്ക്വയർ ടൈൽ എന്ന് പറയുന്ന വലിയ ടൈലായാലും മാത്രം ആ ടൈലിൻ്റെ എണ്ണം നമുക്ക് കുറക്കാൻ പറ്റും. 15 വെച്ചിട്ടും ഈക്വലി ഡിവൈഡ് ചെയ്യാം. അതാണ് മാക്സിമം സൈസ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കും 15 ആയിരിക്കും. ഇനി പക്ഷേ നമുക്ക് ആ ടൈലുകളുടെ എണ്ണം എത്ര വേണമെന്ന് കാണണം. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ സ്ക്വയർ ടൈലിൻ്റെ ഒരു സൈഡിൻ്റെ നീളം 15 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. ഇനി ആ സ്ക്വയറിൻ്റെ ഏരിയ കാണണം. ഏരിയ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഏരിയ എന്താ? A സ്ക്വയർ അല്ലേ? അപ്പോൾ 15 × 15 225 കിട്ടും. ഇനി നമുക്ക് എത്ര ടൈല് വേണം എന്നുള്ളത് എങ്ങനെയാണ് കാണാം? നമ്മുടെ വലിയ ചതുരത്തിൻ്റെ ഏരിയ ബൈ നമ്മുടെ സ്ക്വയർ ടൈലിൻ്റെ ഏരിയ. അപ്പോൾ 525 × 510 / 225 അത് ചെയ്താൽ നമുക്ക് 1190 കിട്ടും. ഇനി ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഓരോ വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം. ഇവിടെ നമ്മുടെ നിരയുടെ എണ്ണം നമ്മൾ x ആയി എടുക്കുകയാണ്. അങ്ങനെയാണ് ഒരു നിരയിൽ n കുട്ടികളുണ്ടെങ്കിൽ ടോട്ടൽ കുട്ടികൾ എന്ന് പറയുന്നത് x × n ആയിരിക്കും. ഇനി നിരയിൽ ഇപ്പോൾ 3 കുട്ടികൾ വീതം കൂടുകയാണെങ്കിൽ നമുക്ക് എന്താക്കേണ്ടി വരും? ഒരു നിര നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതായത് നിരയിൽ 3 കുട്ടികൾ കൂടി എന്ന് പറഞ്ഞാൽ ഒരു നിരയിലെ കുട്ടികളുടെ എണ്ണം n = n + 3 ആയി. പക്ഷേ നിര എന്തായി?
എക്സ് എന്തായി 1 കുറഞ്ഞ് അല്ലേ. അപ്പോൾ n+3 ഇൻറ്റു x-1 ഈക്വൽ ടു എന്തായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികൾ തന്നെ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ xn - n+3x-3 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. പിന്നെ xനും ക്യാൻസലായി പോവും. ദെൻ 3x - n - 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷനാണ് ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. അത് ഇപ്പോൾ വരിയിൽ 3 കുട്ടികൾ കുറവാണെങ്കിൽ എന്തായി, ഒരു റോയിലുള്ള കുട്ടികളുടെ എണ്ണം n = n-3 ആയി അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ, നിര 2 എണ്ണം കൂടും. അപ്പോൾ എക്സ് എന്താവും, x+2 ആവും. അപ്പോൾ n-3 ഇൻറ്റു x+2 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികൾ. അപ്പോൾ xn n-3 ഇൻറ്റു x+2 ഈക്വൽ ടു xn. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ xn + 2n - 3x - 6 ഈക്വൽ ടു xn ആവും. xനും ക്യാൻസലാവും. 2n - 3x - 6 ഈക്വൽ ടു 0. ഇനി നമ്മുടെ മറ്റതിൽ 3x അല്ല, മറ്റതിൽ എക്സിൻ്റെ ടേം ഫസ്റ്റ് വന്നുകൊണ്ട് നമ്മൾ 3xനെ മുന്നോട്ടാക്കി എഴുതുന്നു. അപ്പോൾ -3x + 2n - 6 ഈക്വൽ ടു 0. അത് സെക്കൻഡ് ഇക്വേഷനായി. ഇനി നമ്മുടെ ഒന്നാം ഇക്വേഷനും രണ്ടാം ഇക്വേഷനും നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ, അത് എക്സ് അല്ലെങ്കിൽ n നമുക്ക് ക്യാൻസൽ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നാം ഇക്വേഷനും രണ്ടാം ഇക്വേഷനും കൂട്ടുന്നു. അപ്പോൾ 3x - n - 3 ഈക്വൽ ടു 0 നമ്മുടെ ഒന്നാം ഇക്വേഷൻ. -3x + 2n - 6 നമ്മുടെ രണ്ടാം ഇക്വേഷൻ. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 3xും 0 ആയിപ്പോവും. -nഉം + 2nഉം n ആവും. -3ഉം -6ഉം 9 ആവും. 0ഉം 0ഉം 0 തന്നെ. അപ്പോൾ n - 9 ഈക്വൽ ടു 0 കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, n = 9 കിട്ടും. ഇനി നമുക്ക് ഇവിടുന്ന് എക്സ് കാണണം. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 3x - n - 3 ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്നിൻ്റെ വാല്യൂ നമുക്ക് 9 കിട്ടി. അപ്പോൾ 3x - 9 - 3 ഈക്വൽ ടു 0 ചെയ്യാം. അപ്പോൾ 3x - 12 ഈക്വൽ ടു 0 കിട്ടും. 3x = 12 കിട്ടും. x = 12/3 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ x 4 കിട്ടി. ഇനി ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികളുടെ എണ്ണം നമുക്കറിയാം xn ആണ്. അപ്പോൾ x 4ഉം കിട്ടി, n 9ഉം കിട്ടി. അപ്പോൾ 4 × 9 36 ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 85 × 87 × 89 × 91 × 95 × 96നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? ഇവിടെ നമുക്ക് തന്ന സംഖ്യകളിൽ 85ലും 95ലും 5 അവസാനിക്കുന്ന നമ്പേഴ്സ് എല്ലാം 5 കൊണ്ട് ഡിവിസിബിൾ അല്ലേ. അപ്പോൾ 85ലും 95ലും നമുക്ക് 5 കിട്ടും. അപ്പോൾ 85 × 5 ആണ്. 85 എന്ന് വെച്ചാൽ 17 × 5 ആണ്. അതുപോലെ 95 × 5 ആണ്, 19 × 5 ആണ്. ഇനി നമ്മൾ ഈവൺ നമ്പറായിട്ട് 96 ഉള്ളൂ. അപ്പോൾ 96 നമുക്ക് 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് ശരിക്കും എന്താ 2 5 വന്നില്ലേ, അപ്പോൾ 2 5 25ആയി. ഇനി 4 കൊണ്ട് 96 ഡിവിസിബിൾ ആണെങ്കിൽ നമുക്കൊരു 100 കിട്ടും അല്ലേ. അങ്ങനെയാണ് അത് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിവിസിബിൾ ആയി 100 അല്ലേ. അപ്പോൾ നമ്മൾ 96 നോക്കി. അപ്പോൾ × 4 ആണ്, 24 × 4 ആണ് 96. അങ്ങനെയാണ് നമ്മുടെ 85 നമുക്ക് എന്താ എഴുതാം, 17 × 5. ബാക്കി 87 × 89 × 91 × 95 19 × 5, 96 24 × 4 ചെയ്യാം. ഇനി 5 × 5 × 4 എന്നുള്ളത് മുന്നോട്ടാക്കി എഴുതുകയാണെങ്കിൽ 5 × 5 × 4 × 17 × 87 × 89 × 91 × 19 × 24. ഇനി 5 × 5 × 4 എന്ന് പറയുന്നത് 25 × 4 ആണ്. അത് 100 ആണ്. അപ്പോൾ 100 കൊണ്ട് ഇത് 100 × 17 × 87 89 × 91 × 19 × 24 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണെന്നല്ലേ. ഈ നമ്പർ ഓൾറെഡി ഡിവിസിബിൾ ബൈ 100 ആണ്. അപ്പോൾ ഡിവിസിബിൾ ബൈ 100 എന്ന് പറയുമ്പോൾ അതിന് ശിഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ABCDEF എന്നീ 2 3 സംഖ്യകളിൽ ABCDEF എന്നിവ വ്യത്യസ്തമായ പൂജ്യമില്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ ABC + DEF 1111 എങ്കിൽ A + B + C + D + E + Fൻ്റെ മൂല്യം എന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ABCDEF, ഇതിൽ 0 വരുന്നില്ല. പിന്നെ ABC + DEF 1111. അങ്ങനെയാണെങ്കിൽ സിയും എഫും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം, 11 കിട്ടണം അല്ലേ. 1 അവസാനിക്കുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് അവിടെ പോസിബിൾ ആയിട്ടുള്ളത് 11. അപ്പോൾ സിയും എഫും 11 ആവണം. അങ്ങനെയാണ് സിൻ്റെ എഫിൻ്റെ വാല്യൂ ഒന്നിക്കൽ 5 കൂട്ടണം 6, 4 കൂട്ടണം 7, 3 8 കൂട്ടണം 8, 2 കൂട്ടണം 9. അതിലിവിടെ കാര്യമില്ല. പക്ഷേ സിയും എഫും കൂട്ടിയാൽ 11. അപ്പോൾ സിയും എഫും കൂട്ടി 11 കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ 1 എഴുതി ബാക്കി 1 എന്ന് പറയുന്നത് ബീൻ്റോടെയും ഈൻ്റോടെയും കൂട്ടുകയല്ലേ ചെയ്യുക.
അപ്പോൾ ഇവിടെ ബിൻ്റെയും ഇൻ്റെയും ചോട്ടിൽ 1 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 + b + e എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു 11 ആയിരിക്കണം. അതായത് b + e എന്ന് പറയുന്നത് 10 ആയിരിക്കണം. അങ്ങനെയാണ് b + e കൂട്ടിക്കഴിഞ്ഞിട്ട് 1 + b + e 11 കിട്ടിക്കഴിഞ്ഞാൽ ആ 1 എഴുതിയിട്ട് മറ്റേ 1 നമ്മൾ a + dക്ക് കടം കൊടുക്കൂലേ? അപ്പോൾ 1 + a + d എന്ന് പറയുന്നത് 11 ആയിരിക്കും. അങ്ങനെയാണ് a + d എന്തായിരിക്കും? 10 ആയിരിക്കും. ഇനി നമുക്ക് കാണേണ്ട a + b + c + d + e + f ആണ്. അതിൽ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ a + d + b + e + c + f എന്ന് എഴുതാം. a + d നമുക്ക് കിട്ടിയിട്ടുണ്ട്. a + d 10, b + e നമുക്ക് കിട്ടിയിട്ടുണ്ട്. b + e 10, c + f നമുക്ക് കിട്ടിയിട്ടുണ്ട് 11. അങ്ങനെയാണ് 10 കൂട്ടണം 11 നമുക്ക് 31 കിട്ടും. കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? ഇവിടെ രാവിലെ 8 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ എത്ര മണിക്കൂറുകളാണുള്ളത്? 6 മണിക്കൂറുകൾ. ഇനി നമുക്ക് മൊത്തം ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു വൃത്താകൃതി അല്ലേ? അപ്പോൾ വൃത്തത്തിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി നമ്മുടെ ഒരു ക്ലോക്കിൽ 12 മണിക്കൂറുകളല്ലേ അടയാളപ്പെടുത്തിയേ? അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഈ മൊത്തം 360ൻ്റെ 12 ഭാഗങ്ങളിൽ ഒന്നായിരിക്കും. അപ്പോൾ 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 30 ഡിഗ്രി കിട്ടും. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ശരിക്ക് 30 ഡിഗ്രി, അതായത് 12 തൊട്ട് 1 വരെ അല്ലെങ്കിൽ 1 to 2 വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു മണിക്കൂറിൽ മിനിറ്റ് സൂചി എങ്ങനെയായിരിക്കും കറങ്ങുക? അതായത് ഇപ്പോൾ 1 മണിയായ മിനിറ്റ് സൂചിയാണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ 2 മണിയാവും. അപ്പോൾ 1 നിന്ന് 2 വരെ 30 ഡിഗ്രിയാണ് അത് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ നമുക്ക് 6 മണിക്കൂറാണുള്ളത്. അപ്പോൾ 6 മണിക്കൂറിൽ ഈ മണിക്കൂർ സൂചി കറങ്ങുന്ന ട്രാവൽ ചെയ്ത ഡിഗ്രി എന്ന് പറയുന്നത് 6 × 30 ആയിരിക്കും, 180 ഡിഗ്രി. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുക്കും. അതേ ക്ലോക്കിൽ 10 മണി എടുക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? ഇവിടെ നമുക്ക് 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ശരിക്കും 8 സെക്കൻഡ് എന്ന് പറയുന്നത് ഓരോ മണി അടിക്കുമ്പോഴും അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ ടൈം ഗ്യാപ്പിൻ്റെ 5 മണി അടിക്കാൻ വേണ്ട ടൈം ഗ്യാപ്പിൻ്റെ സമ്മാണ് നമുക്ക് 8 സെക്കൻഡായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ 5 പ്രാവശ്യം മണി അടിക്കാൻ നമ്മുടെ ഈ ചിത്രത്തിൽ തന്ന പോലെ ആദ്യത്തെ മണി അടിച്ച് രണ്ടാമത്തെ മണി അടിക്കുമ്പോൾ അതിനിടയിലൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ മണി അടിച്ചിട്ട് മൂന്നാമത്തെ മണി അടിക്കുമ്പോഴും അതേപോലെ തന്നെ സെയിം ടൈം ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ 5 മണി അടിക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് 4 ടൈം ഗ്യാപ്പാണ് കിട്ടുന്നത്. നമ്മുടെ ചിത്രം നോക്കിയാൽ കിട്ടും. 1നും 2നും ഇടയ്ക്ക് ഒരു ടൈം ഗ്യാപ്പ്, 2നും 3നും ഇടയ്ക്ക് വേറൊരു ടൈം ഗ്യാപ്പ്, 3നും 4നും ഇടയ്ക്ക് ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്, 4നും 5നും ഇടയ്ക്ക് ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് 5 മണി അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 പ്രാവശ്യം ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. അതാണ് നമുക്ക് 8 സെക്കൻഡായിട്ട് തന്നിട്ടുള്ളത്. അതായത് 5 മണി അടിക്കാൻ 4 ടൈം ഇൻ്റർവെല് കിട്ടും. അപ്പോൾ 4 ടൈം ഇൻ്റർവെല് എത്ര സമയം ആവശ്യമാണ്? 8 സെക്കൻഡ്. അപ്പോൾ ഒരു ടൈം ഇൻ്റർവെല്ലിനോ ഈ ടൈം ഇൻ്റർവെല്ലെല്ലാം സെയിം ആണ് കേട്ടോ. ആദ്യത്തെ മണി അടിക്കാനും രണ്ടാമത്തെ മണി അടിക്കാനും ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് T1 = രണ്ടാമത്തെ മണിയും മൂന്നാമത്തെ മണിയും അടിക്കാനുള്ള സമയത്തിൻ്റെ ഇടവേളയാണ്. അതായത് എല്ലാ സമയവും ഈക്വലാണ്. അപ്പോൾ ടൈം T1 = നമുക്ക് 8/4 ചെയ്താൽ 2 സെക്കൻഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 10 മണി അടിക്കാൻ 10 - 1 9 ഇൻ്റർവെല്ലാണ് വരിക. 10 മണി അടിക്കാൻ ടൈം ഇൻ്റർവെൽ എത്രയാണ്? 9 എണ്ണമാണ് വരിക. അങ്ങനെയാണെങ്കിൽ 10 മണി അടിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെല്ലിന് 2 സെക്കൻഡ് വെച്ചിട്ട് 9 ഇൻ്റർവെല്ലിന് 9 × 2 18 സെക്കൻഡ്. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്തു നിന്നും 9ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ ഇവിടെ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ 9ാമത്തെ വ്യക്തി, റൈറ്റ് നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ 9ാമത്തെ വ്യക്തി അല്ലേ? അപ്പോൾ നമ്മൾ ആ ക്യൂവിൽ ആകെ ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളാണ് ലെഫ്റ്റ് നിന്ന് 9ാമത്തെ വ്യക്തി, അപ്പോൾ മൊത്തം 9 ആൾ. ഇനി റൈറ്റിൽ നിന്നും നമ്മൾ 9ാമത്തെ വ്യക്തി, അങ്ങനെയാണ് മൊത്തം 9 എടുക്കുകയാണെങ്കിൽ 9 കൂട്ടണം 9. പക്ഷെ ഇവിടെ നമ്മൾ 9ാമത്തെ വ്യക്തി വരുന്നുണ്ട്? 2 പ്രാവശ്യം കൗണ്ട് ആകുന്നുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ 9 + 9ൻ്റെ കൂടി 1 കുറയ്ക്കുക. അപ്പോൾ 9 കൂട്ടണം 9 18, 18 - 1 17. അതാണ്. അപ്പം മൊത്തം ക്യൂവിൽ 17 വ്യക്തികൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും?
അപ്പോൾ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1, 2, 3 ടു 100 വരിക. ഇവിടെ 8 എത്ര പ്രാവശ്യം വരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ 8 യൂണിറ്റ് പ്ലേസ് അല്ലെ ഒന്നിൻ്റെ സ്ഥാനത്ത് എങ്ങനെയൊക്കെയാണ് വരുന്നത്? 8 വരുന്നുണ്ട്, 18 വരുന്നുണ്ട്, 28 വരുന്നുണ്ട്, 38 വരുന്നുണ്ട്, 48 വരുന്നുണ്ട്, 58 വരുന്നുണ്ട്, 68 വരുന്നുണ്ട്, 78 വരുന്നുണ്ട്, 88 വരുന്നുണ്ട്, 98 വരുന്നുണ്ട്. അതായത് മൊത്തം 10 നമ്പേഴ്സിൽ വരുന്നുണ്ട്. ഇവിടെ 88 2 പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോൾ ഒറ്റേൻ്റെ സ്ഥാനത്ത് 8 മാത്രമേ എണ്ണുന്നുള്ളൂ. ഇനി നമ്മൾ 8നെ 10ൻ്റെ സ്ഥാനത്തുള്ള 8ൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ, അല്ലെ 10ൻ്റെ പ്ലേസിലുള്ള 8ൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ 80 വരുന്നുണ്ട്, 10ൻ്റെ സ്ഥാനത്ത് 80 വരുന്നുണ്ട്, 81 വരുന്നുണ്ട്, 82 വരുന്നുണ്ട്, 83 വരുന്നുണ്ട്, 84 വരുന്നുണ്ട്, 85 വരുന്നുണ്ട്, 86 വരുന്നുണ്ട്, 87 വരുന്നുണ്ട്, 88 വരുന്നുണ്ട്, 89 വരുന്നുണ്ട്. അവിടെയും 10 നമ്പേഴ്സ്. അപ്പോൾ ടോട്ടൽ ഒറ്റേൻ്റെ സ്ഥാനത്ത് 10 പ്രാവശ്യം, പിന്നെ 10ൻ്റെ സ്ഥാനത്ത് 10 പ്രാവശ്യം. അപ്പോൾ ടോട്ടൽ 1 മുതൽ 100 വരെ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? 10 + 10 20 പ്രാവശ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ ഏത്? 250, 253, 136, 352, 460, 324, 631, 244. ഇവിടെ 253 ഓരോ ഡിജിറ്റ്സിൻ്റെയും സമ്മ് നമ്മൾ കാണുകയാണെങ്കിൽ 2 + 5 + 3 10 കിട്ടും. ഇനി 136 ആണെങ്കിൽ 1 + 3 + 6 10 കിട്ടും. 352 ആണെങ്കിൽ 3 + 5 + 2 10 കിട്ടും. 460 ആണെങ്കിൽ 4 + 6 10 കിട്ടും. 324 ആണെങ്കിൽ 3 + 2 + 4 9 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ കൗണ്ട് ചെയ്തതിൽ 324 മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി നോക്കുകയാണെങ്കിൽ 6 + 3 + 1 നമുക്ക് 10 കിട്ടുന്നുണ്ട്, 2 + 4 + 4 10 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓഡ് 1 എന്ന് പറയുന്നത് 324 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടാങ്കിൻ്റെ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 150 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിൻ്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? അതായത് ടാങ്കിൻ്റെ 1/4 ഭാഗം വെള്ളമാണെങ്കിൽ ആ ടാങ്കിൻ്റെ 1/4 ഭാഗം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എത്ര വെള്ളമുണ്ട്? 135 ലിറ്റർ. അതായത് ഇപ്പോൾ എക്സ് ആണ് ടാങ്കിൻ്റെ സൈസ് എങ്കിൽ x/4 എന്ന് പറയുന്നത് 135. അപ്പോൾ ടാങ്കിൽ മൊത്തത്തിൽ ടാങ്കിൽ കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 135 × 4 540 ലിറ്റർ ആയിരിക്കും. ഇനി ഇപ്പോൾ ടാങ്കിൽ 150 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അത് എത്ര ഭാഗമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 150 540ൻ്റെ എത്ര ഭാഗമാണെന്ന് കാണണം. അപ്പോൾ 150/540 0 വെട്ടിപ്പോയി 18 54 3 പ്രാവശ്യം. അപ്പോൾ 1/3 ഭാഗം. ഇനി ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. 1, 6, 13, 24, 41, ഡാഷ്. 1, 6, 13, 24, 41. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന ശ്രേണി 1, 6, 13, 24, 41. ഇവിടെ 6ൻ്റെയും 1ൻ്റെയും ഡിഫറൻസ് 5, 13ൻ്റെയും 6ൻ്റെയും ഡിഫറൻസ് 7, 24 13ൻ്റെയും ഡിഫറൻസ് 11, 41ൻ്റെയും 24ൻ്റെയും ഡിഫറൻസ് 17. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ 5ൻ്റെയും 7ൻ്റെയും ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 കിട്ടും. 7ൻ്റെയും 11ൻ്റെയും ഡിഫറൻസ് 4 ആണ്. 11ൻ്റെയും 17ൻ്റെയും ഡിഫറൻസ് 6 ആണ്. ഇവിടെ നമുക്കൊരു ഈവൺ നമ്പേഴ്സിൻ്റെ ഇത് കിട്ടും, 2, 4, 6. അങ്ങനെയാണ് അടുത്ത എന്തായിരിക്കും? 8 ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് ഈ 8നെ 17 കൊണ്ട് കൂട്ടുകയാണ് നമുക്ക് 25 കിട്ടും. ആ 25 എന്തായിരിക്കും? ഈ 41ഉം അടുത്ത നമ്പറും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അപ്പോൾ 41ൻ്റെ കൂടി 25 കൂട്ടാണ് നമുക്ക് അടുത്ത നമ്പർ കിട്ടും. അപ്പോൾ 41 കൂട്ടണം 25 66. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ 20 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.